ഹായ് ഫ്രണ്ട്സ്, പെറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലോഫ്റ്റിലെ വിശേഷങ്ങളാണ്. ലോഫ്റ്റ് ഒന്നല്ല, കുറച്ച് പ്രാവുകളും ചെറിയ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൂടുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പണ്ടത്തെ കൂടുകളാണ്, അതിലാണ് നമ്മൾ പ്രാവുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചെറിയ സെറ്റപ്പിലുള്ള പ്രാവ് വളർത്തലാണ് ഉണ്ടാകുന്നത്, വലിയ ഒന്നുമല്ല. തുടക്കക്കാർ ചെയ്യാൻ പറ്റിയാവുന്ന പ്രാവുകളും അവർക്ക് പറ്റാവുന്ന കേജുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ലോഫ്റ്റിലെ കാഴ്ചയാണ്. നമ്മൾ സമയം ഇപ്പോൾ ഒരു 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ തീറ്റ കൊടുക്കാവുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ രാവിലെ ലോഫ്റ്റ് നമ്മുടെ കേജുകൾ ചെയ്തിരിക്കുന്നത് ഇതിൽ ഫിഞ്ചസാണ് വരുന്നത്. ഫിഞ്ചസിന് കാണിച്ചു തരാം. ഇത് ലവ് ബേർഡ്സ് ഉണ്ട്, പ്രാവുകളുണ്ട് ഈ സെക്ഷനിൽ വരുന്നതിൽ. അത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രാവുകളിൽ തന്നെ സ്റ്റാർട്ടിങ് നോക്കാം. സ്റ്റാർട്ടിങ് വരുന്നത് ഫ്രില്ലാണ് ഒരു ജോഡി. അതിപ്പോൾ ഒരു 4-5 കള്ളിയായിട്ടുള്ളൂ. അതിൽ ഒരു കോഫി ബാറും ഒരു റെഡ് സാൻഡിൽ കളറാണ്, ഷീൽഡ് ഫ്രില്ലാണ്. അതിൽ ഒരെണ്ണം ലേശം മാർക്കൗട്ടാണ്. ആ റെഡ് വരുന്നത് ലേശം മാർക്കൗട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മെയിലും ഫീമെയിലാണ്. ഏകദേശം അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു മെയിലും ഫീമെയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം വേറെ നമ്മൾ എടുത്തിട്ട് 4-5 കള്ളി കഴിഞ്ഞിട്ടുള്ളൂ. അവരെ കണ്ടിട്ട് റെഡ് കുറച്ച് മാർക്കൗട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ബ്രീഡ് ചെയ്യാനുള്ള നിർത്താനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഈ ഫ്രില്ലെടുത്ത് ഒരു ജോഡി ഫ്രില്ല് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഫ്രില്ലിലേക്ക് ഒന്ന് നോക്കിയാലെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഒരു ജോഡി ഫ്രില്ല് എടുത്തത്. ഷീൽഡ് ഫ്രില്ലൊക്കെ ആകുമ്പോൾ മാർക്കിങ്ങുകളൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ മാർക്കൗട്ടാണെങ്കിലും ക്രസ്റ്റുകളൊക്കെയാണ്. അപ്പോൾ കുട്ടികളെ ഇറങ്ങുമ്പോൾ ഒരു നല്ല മാർക്കിങ്ങുള്ളത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എടുത്തത്. നല്ല ഫ്രില്ല് നല്ല ഫ്രില്ല് ക്വാളിറ്റി ഉണ്ട്. ആ റെഡിൻ്റെ ഒരു കഴുത്തിൻ്റെ അവിടെയൊക്കെ റെഡ് കളർ ഇറങ്ങിയിട്ടുണ്ട്. ആണ് മാർക്കൗട്ട് എന്ന് പറഞ്ഞത്. മറ്റേ നല്ല മാർക്കിങ്, പക്ക മാർക്കിംഗ് ബേർഡ് തന്നെയാണ് കോഫി ബാർ വരുന്നത്. ഈ അടുത്ത കേജിൽ വരുന്നത് രാവിലെ അതിന് കോഴിയുടെയൊക്കെ നല്ല കൂരയൊക്കെ. അടുത്ത കേജിൽ വരുന്നത് നമ്മുടെ ഒരു ഹിപ്പിയും ഒരു ബ്യൂട്ടി ഹോമറാണ്. ഇതിപ്പോൾ നമ്മൾ ഫ്രില്ലിൻ്റെ കൂടെ എടുത്ത ചിക്സായിട്ട് എടുത്താണ്. ഇതിപ്പോൾ ബ്യൂട്ടി ഹോമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ നഷ്ടമായി. ഇതിപ്പോൾ സിംഗിൾ പീസുകളുള്ളൂ. ഒരു ഹിപ്പി നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാം കേട്ടോ, ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ബ്യൂട്ടി ഹോമറും ഒരു സിംഗിൾ പീസുള്ളൂ. കണ്ടിട്ട് മെയിലാന്ന് തോന്നണു. ഒരു 4-5 കളിയായിട്ടുള്ളൂ, കൺഫേം ആയിട്ടില്ല. ഹിപ്പിയും നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇത് പിന്നെ സിംഗിൾ പീസായിട്ട് നമുക്ക് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർത്തിയിട്ട് ഇതിന് പെയർ കൺഫേം ആയതിനു ശേഷം മെയിലെ ഫീമെയിൽ അന്വേഷിക്കേണ്ടി വരും. അത് കാരണം ഇത് കൺഫേം അല്ല. ആൾക്കാരെ ആരെങ്കിലും ആവശ്യമില്ലെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ്. ഒരു ഹിപ്പിയും ഒരു ബ്യൂട്ടി ഹോമറും. ബ്യൂട്ടി ഹോമറിൻ്റെ ഇത് പറഞ്ഞാണ് ഹെയർ ഇത് പോയിട്ട് പപ്പ് പോയിട്ട് പുതിയത് വരണുള്ളൂ. അതുപോലെ മോൾഡിങ് ടൈമാണ്. മോൾഡിങ് ടൈം ആയതുകൊണ്ടാണ് അങ്ങനെ ബ്യൂട്ടി ഹോമറിന്. നമ്മുടെ ഹിപ്പിയാണ് അടിപൊളി ക്വാളിറ്റിയുള്ള ഹിപ്പിയാണ്. ആ ഡോട്ടുകൾ ചിലപ്പോൾ ഇനി കയറി വരേക്കും കേട്ടോ. വൈറ്റുമ്പോൾ ഉള്ള ഡോട്ടുകൾ ചിലപ്പോൾ കയറി വരേക്കും. പിന്നെ അടുത്ത കേജിൽ വരണമെന്ന് വെച്ചാൽ നമ്മുടെ മുഗിയാണ്. അത് നമ്മുടെ ഇവിടെ നമ്മൾ തുടക്കെടുത്ത മുഗിയാണ് കേട്ടോ. ഒരെണ്ണം ബ്ലാക്കും പക്ക മാർക്കിങ്ങാണ്, ബ്ലാക്കും ഒരെണ്ണം കോഫി. നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ കുട്ടികൾ ഫസ്റ്റ് കിട്ടിയത് റെഡ് കളറ് 2 കുട്ടികൾ കിട്ടി. പിന്നെ 2 ബ്ലാക്ക് കിട്ടി. പിന്നെ ഒരു സിംഗിൾ ചിക്ക് ഇറങ്ങിയുള്ളൂ, അത് കോഫി, അത് റെഡ് കളർ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഇതിപ്പോൾ ഒരു 2 കുട്ടികളിപ്പോൾ കൊത്തി ഇറങ്ങിയിട്ടുണ്ട്.
ഇന്നലെ കൊത്തിയിട്ടുണ്ട്. രണ്ട് കുട്ടികളുണ്ട്. അത് കാണിച്ചു. ഇതാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള 2 കുട്ടികൾ, മുഖിയുടെ കുട്ടികളാണ്. ഇതേതാ കളറെന്ന് നമുക്ക് അറിയില്ല. കുറച്ചുകൂടി ഒന്ന് സൈസായ കളറുകൾ നമുക്ക് ഇവരിൽ നിന്ന് നല്ല കളേഴ്സ് കിട്ടാറുണ്ട്. ഈ പാരൻസിൻ്റെ കളർ മാത്രമല്ല, നമുക്ക് എല്ലാ കളേഴ്സും റെഡ് കിട്ടിയിട്ടുണ്ട്, സാൻഡിൽ കിട്ടിയിട്ടുണ്ട്, ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ കളർ നമ്മൾ ഏതാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ നിൽക്കണത്. ഇവിടുന്ന് നമ്മൾ ഇട്ടണത് ഒരു കോഫിയും ബ്ലാക്കുമാണ്. ഇതിൽ വരണത് ബ്ലാക്ക് മെയിലും കോഫി ഫീമെയിലും. നന്നായിട്ട് അടിപൊളിയായിട്ട് കുട്ടികൾ നോക്കണ നമ്മുടെ ബേഡുണ്ട്. നമ്മുടെ മെയിൻ ബേഡാണിത്. ഇവരുടെ കുട്ടികൾ കൊടുക്കാനുണ്ട് കേട്ടോ. ഒരു റെഡും കൊടുക്കാനുണ്ട്, ഒരു പേര് റെഡ്. അതൊരു 4-5 കൊള്ളിയായിട്ടുണ്ടാവും റെഡ്. അത് നമുക്ക് കാണിച്ചുതരാം, വീഡിയോയിൽ കാണിച്ചുതരാം ഇവരുടെ കുട്ടികളെ. ഇനി അടുത്തത് വരുന്നത് ഇത് ജാക്കോബി മിക്സ്. ഇതിപ്പോൾ നമുക്ക് ഓർമ്മയില്ല, എടുത്തപ്പോൾ എന്തോ പറഞ്ഞത്. ഇതുമ്പോൾ ആ ഹിപ്പിയുടെ കൂടെ ഒക്കെ എടുത്ത ആണ്. ജാക്കോബി മിക്സാണോ ജാക്കോബിനാണോ എന്നൊരു കൺഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് അറിയാവുന്നവരൊന്ന് പറഞ്ഞുതരാം. ഇത് ഏതാ ജാക്കോബിനാണോ ജാക്കോബി മിക്സിലാണോ വരാമെന്ന്. എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. ഇതിപ്പോൾ ഒരു 70% മെയിലായിട്ടാണ് തോന്നുന്നത്. ഒരു 4-5 കൊല്ലമായിട്ടുള്ളൂ. കാരണം കൊത്തുകൂടുണ്ട്, കുറുകി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ മെയിലായതുകൊണ്ട് കൊത്തുകൂടുന്ന കാരണം നമ്മൾ മാറ്റിയിട്ടൊക്കെ ഇവനും ആളുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. നല്ല ആക്റ്റീവ് ആൾ. ഇതിപ്പോൾ ജാക്കോബി മിക്സാണോ എന്നൊരു എന്നുണ്ട്. കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ജാക്കോബി മിക്സാണോ എന്ന്. ഇതും കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഇപ്പോൾ. ഇനി അടുത്ത കേജിൽ വരുന്നത് ഒരു ജോഡി ഷോർട്ട് ഫേസാണ്. ഷോർട്ട് ഫേസ് ഇപ്പോൾ ഒരു എഗ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം കൊത്താറായിട്ടുണ്ടാവും. ഈ ആഴ്ച തന്നെ എഗ്ഗ് വിരിയേണ്ട ടൈമായിട്ടുണ്ട് ഏകദേശം. ഇതിൽ ബ്ലാക്ക് മെയിലും സാൻഡിൽ ഫീമെയിലാണ്. ഇതിൽ കുട്ടികൾ നമുക്ക് ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ഫോസ്റ്റേഴ്സിന് മരിച്ചിട്ട് ഫോസ്റ്റേഴ്സ് നോക്കിയില്ല. 2 കുട്ടികളുണ്ടായിരുന്നു. 2 കുട്ടികൾ വിരിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഫോസ്റ്റേഴ്സ് ചവിട്ടി കൊല്ലാണ് ഉണ്ടായത് ഫസ്റ്റ് പ്രാവശ്യം. ഇനിയിപ്പോൾ ഇവരെ കൊണ്ട് തന്നെ നോക്കിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് വരുന്നത് ബ്ലാക്ക് മെയിൽ. ഇതിലെ കുട്ടികൾ ഏത് കളറായിട്ട് നമുക്കറിയാം. ബ്ലാക്ക് മെയിലും സാൻഡിൽ ഫീമെയിലാണ്. ഇതിപ്പോൾ എഗ്ഗ് കുത്തിയിട്ടില്ല, എഗ്ഗ് വിരിഞ്ഞിട്ടില്ല. ഏകദേശം ഈ ആഴ്ച തന്നെ വിരിയേണ്ടതാണ് അത്. അടുത്ത കേജിൽ തന്നെയാണ് ഇത് റെഡ് സാൻഡിൽ കളർ മുഖി. നേരെ നമ്മൾ കോഫിയുടെയും കോഴികളൊക്കെ ഇവിടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് അവർ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ കണ്ട കോഫിയുടെയും ബ്ലാക്കിൻ്റെയും ഫസ്റ്റത്തെ കുട്ടികളാണ്. റെഡാണ് ഏകദേശം കളർ വരുന്നത്. റെഡും സാൻഡിലോട്ട് കളറാണ് വന്നത്. ഇതിപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാം കേട്ടോ. ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമെന്നാണ്. ഒരു പെർഫോമൻസ് കാണണമെങ്കിൽ ഒന്ന്. ഇതിപ്പോൾ മോർണിംഗ് തന്നെ ഇതിൻ്റെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതിലാണ് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ്ങും പെർഫോമൻസൊക്കെ കാണുള്ളൂ. എന്നാൽ നല്ല അടിപൊളി അത്യാവശ്യം ക്വാളിറ്റി ബേർഡാണ്. മാർക്കിംഗ് ആണ്, പക്ക മാർക്കിംഗ് ആണ്. ഒരെണ്ണം മാത്രം മാർക്കിംഗ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ആൾക്കാരിനെ കൊടുക്കാം. റെഡ് കളർ ഏകദേശം പിന്നെ റെഡും സാൻഡിൽ റെഡ് എന്ന് തന്നെ പറയാം. ഒരു നല്ല ഷേക്കിംഗ് ബേഡ് ഉണ്ടോ? ഷേക്കിംഗ് ആണ്. ഇതവരെ ഫസ്റ്റത്തെ ഇതിലിറങ്ങിയ കുട്ടികളാണ്. 2ഉം ഒരേ കളർ തന്നെ കിട്ടി. നമ്മുടെ കേജ് പണ്ടത്തെ ഒരു മൂവിലും കൂടെയാണ് നമ്മൾ ഇങ്ങനെ പ്രാവും കൂടെ ആക്കി മാറ്റിയാണത്. അത് കാരണം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനുള്ളിൽ നമ്മൾ കൂടുതൽ എക്സ്പെൻസ് ഒന്നും ഇറക്കിയിട്ടില്ല പ്രാവിക്ക്. ഇതാണ് നമ്മുടെ കൂട് വരുന്നത്. ഇത് പണ്ടത്തെ ഒരു മൊയിലും കൂടെയാണ്. കൊല്ലങ്ങളായി ഇത് കിടക്കുന്നത്. ഇത് മൊയിലും വളർത്തി പിന്നെ ഇടയ്ക്ക് നമ്മൾ ട്രെൻഡ് മാറുമ്പോൾ അതിനനുസരിച്ച് മാറി നമ്മൾ നോക്കിയായിരുന്നാണ്. ഇപ്പോൾ പ്രാവിനെ വീണ്ടും വന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഒരു ജോഡി ഫോസ്റ്റേഴ്സാണ് ഇതിൽ അടുത്ത കേജിലുള്ളത്.
ഒരു ഹോമർ ക്രോസാണ്, ഹോമറിൻ്റെ ക്രോസാണ്. ഇവർ നന്നായിട്ട് കുട്ടികളെ നോക്കൂട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഷോർട്ട് ഫേസിനെ വെച്ച് കൊടുത്തിട്ട് മാത്രമേ ഇവർ ചവിട്ടി കൊന്നു. 2 കുഞ്ഞുങ്ങളെ കൊത്തി ഇറക്കി. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തില്ല, ഇവർ നോക്കിയില്ല. എന്താ പറ്റിയെന്നറിയില്ല. ഇവരിപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം ഇവർ തന്നെ എഗ്ഗാണ് വെച്ചത്. ഇവരിൽ നിന്ന് കിട്ടുമ്പോൾ നല്ല സൈസുള്ള കുട്ടികൾ ഹോമറിൻ്റെ ക്രോസാണ് ഇവർ. നന്നായിട്ട് കുട്ടികൾക്ക് ഇവരെ കുട്ടികളെ നല്ല സൈസുള്ള കുട്ടീനെ ഒരു പ്രാവശ്യം കിട്ടിയത് നമുക്ക്. ഞാൻ കാണിച്ചു തരാട്ടെ ഇവരുടെ കുട്ടികളെ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് അവരുടെ കുട്ടിയുടേത് നല്ല വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല കേട്ടോ. നല്ല സൈസ് ഉണ്ട് ബേഡിന്. ഒരു മുദീനയുടെ ഒക്കെ സൈസ് ഉണ്ട് ഇവൻ നല്ല മെയിലാണ്. നല്ല വീഡിയോയിൽ കാണുന്ന സൈസ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നും. അത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നോർമൽ ബേഡായിട്ട് തോന്നണേ. പക്ഷേ ഒരു ഹോമർ പോലെയൊക്കെയാണ് ഇവർ ഇരിക്കണം. മറ്റേ നേരത്തെ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോർട്ട് ഫേസ് ആയിട്ടാണ് ജോഡി പിടിച്ചത്. കാരണം ഷോർട്ട് ഫേസിൻ്റെ മെയിൽ നമുക്ക് ചത്തുപോയി. അപ്പോൾ ഷോർട്ട് ഫേസിന് ജോഡി പിടിച്ച് ഇവർ എഗ്ഗ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ എന്താണെന്ന് അറിയാം. ഇവർ എങ്ങനെയുള്ള കുട്ടിയെ ഇറങ്ങുമെന്ന് അറിയില്ല. ഫസ്റ്റത്തെ എഗ്ഗിങ്ങനെ ഇവരുടെ ഈ വൈറ്റിൻ്റെ അടുത്ത് ബ്ലാക്ക് നല്ല അടിപൊളി മെയിലുണ്ടായിരുന്നു. അത് നമുക്ക് നഷ്ടമായി. അത് കാരണം നമ്മുടെ ഇത് കാരണമാണ് നമുക്ക് നഷ്ടമായത്. അപ്പോൾ ഉണ്ടായ ഒരു മെയിലിനെ വെച്ച് ഒരു ജോഡി പിടിപ്പിച്ചേക്കണേ. അപ്പോഴേക്കും കാലത്ത് തന്നെ നമ്മുടെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ എന്തോരം ക്ലാരിറ്റിയിലെടുത്താലും സൗണ്ട് ക്ലാരിറ്റി കുറയും. അതായത് നമുക്ക് വീഡിയോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. കാലത്ത് തന്നെ സമയം 6:20 കാലത്തോട്ട് മഴയാണ്. നമുക്കിപ്പോൾ അറിയാലോ 2-3 ദിവസമായിട്ട് മഴയാണ്. മഴയുടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ മഴ മാറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം ബാക്കി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അടുത്തത് നല്ലൊരു അടിപൊളി ഷോർട്ട് ഫേസാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ബ്ലാക്ക് മെയിലും നമ്മുടെ റെഡ് സ്പ്ലാഷ് പോലെ ഇരിക്കുന്നത് ഫീമെയിലാണ്. കണ്ടാൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ബേഡ് ഉണ്ടോ. വീഡിയോയിൽ കാണുമല്ല, മറ്റേതിനൊക്കെ അപേക്ഷിച്ചൊക്കെ ഭയങ്കര ഷോർട്ട് ബേഡാണ്. ഇതേപോലെ തന്നെ ഒരു മെയിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. മറ്റേതിൻ്റെ ജോഡി മെയിലുകൾ നല്ല അടിപൊളി ഭയങ്കര ഷോർട്ട് ബേഡാണ്. ഷോർട്ട് ഫേസാണ് ഇത് ഇനം വരുന്നത്. അതിൽ തന്നെ ഇതിൽ ഫീമെയിൽ കുറച്ച് സൈസ് ഉണ്ട്. സൈസ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫേസ് നോർമൽ, മറ്റേത് ഷോർട്ട് ഫേസിൽ തന്നെ നല്ല ഭയങ്കര ഷോർട്ട് ബേഡാണ്. ഇതിപ്പോൾ ഫസ്റ്റത്തെ എഗ്ഗിങ് റെഡി ആവണുള്ളൂ, നമ്മൾ കൊണ്ടിട്ടിട്ടുള്ളൂ. ഈ കോമ്പിനേഷനിൽ നല്ല കുട്ടികൾ ഇറങ്ങുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നല്ല കളേഴ്സ് കിട്ടും. ബ്ലാക്കും റെഡ് സ്പ്ലാഷിന്നൊക്കെ നല്ല കളറുകൾ മാറി കളറുകൾ കിട്ടും. അതാണ് ഇവരുടെ ഡിഫറെൻറ്റ് കളേഴ്സ് കോമ്പിനേഷൻ ചെയ്താലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ ഫോസ്റ്റേഴ്സ് തന്നെയാണ്. ഇതൊരു ബർപ്പൻ്റെ ക്രോസ് പോലെ ഇരിക്കുന്ന ഫോസ്റ്റേഴ്സാണ്. ഇവർക്ക് ക്യാപ്പില്ല എന്നുള്ളൂ. ബൂട്ടൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ബൂട്ടാണ് ഇറങ്ങണത്. ഇവർക്ക് ഈ പ്രാവശ്യം എഗ്ഗ് മാറ്റി വെച്ചിട്ടുണ്ടായില്ല. കാരണം ഇവരുടെ കുട്ടികൾ തന്നെയാണ് ഈ പ്രാവശ്യം ഇറങ്ങി കിട്ടിയത്. ഇതിൽ നമുക്കൊരു 6 കിട്ടിയുള്ളൂ ഈ പ്രാവശ്യം. ഇവർ നന്നായിട്ട് കുട്ടികളെ നോക്കുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൽ ഒരു കുട്ടി ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും അടുത്ത എഗ്ഗ് ചെയ്ത് എഗ്ഗ് ആയിരുന്നു. നന്നായിട്ട് കുട്ടികളെ നോക്കിയിടുന്ന ഇതാണ് ഫോസ്റ്റേഴ്സ് തന്നെയാണ്. ഈ പ്രാവശ്യം മാത്രം എന്തോ ഒരു കുട്ടി കിട്ടിയുള്ളൂ. ബാക്കി നമുക്ക് 2 കുട്ടികളെ കിട്ടാറുണ്ടായിരുന്നു ഇവരിന്ന്. അടുത്ത് തന്നെ നമ്മുടെ പിന്നെ നേരത്തെ ഫസ്റ്റ് കണ്ട മുഖിയുടെ മൂന്നാമത്തെ സെറ്റ് ചിക്സാണ്. അത് ഒരു സാൻഡിലാണോ ഒരു കോഫി കളറാണോ എന്നറിയില്ല. മഴ വീണ്ടും നല്ല ശക്തമായി പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ഇത്തിരി മാർക്കൗട്ടാണ്. ഇതിപ്പോൾ ഇറങ്ങിയ കുട്ടികളാണ്, അതിനിറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാവുകളുടെ വിശേഷങ്ങൾ. നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിവിടെ കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കുണ്ടായ ഒരു മൊയിലും കൂടാണ് നമ്മൾ പ്രാവുകൾ ഇടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ക്യാഷൊന്നും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുള്ള അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.